ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ആദ്യം തന്നെ പനീർ തവ പുലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. സാധാരണ ചോറാക്കി എടുക്കാൻ പോവാണ്. ഈ ഒരു റെസിപ്പിക്ക് ബസ്മതി റൈസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. പുഴുങ്ങലിൽ എടുക്കാൻ പാടില്ല. അതൊഴിച്ച് വേറെ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ബസ്മതി റൈസ് ആകുമ്പം ഒന്നും കൂടി ആ ഒരു പ്രോപ്പർ നോർത്ത് ഇന്ത്യൻ ടച്ച് കിട്ടുമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. അരി കഴുകി കുതിർക്കാനൊന്നും വെക്കുന്നില്ല കേട്ടോ. നേരിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് ഒരു ഗ്ലാസും 1/4 ഗ്ലാസും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും. അതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം എന്താ വെള്ളം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക. ഒറ്റ വിസിൽ, അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിച്ചെടുക്കണം. എന്നാൽ നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ബസ്മതി റൈസ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാ ഒരു വിസിൽ അടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെക്കാം കേട്ടോ. ഇനി പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. ഇത് തവ പുലാവാണ്. പക്ഷേ എൻ്റെ അത്രയും വലിയ തവ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബട്ടറും എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മാത്രമായിട്ടും ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിവാക്കിയിട്ട് വെറും എണ്ണ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാവേ. ഇനി ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തു. പിന്നെ ഒരു 2-3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഒരു ബ്ലാക്ക് കാർഡമം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ റെസിപ്പിയിൽ നമ്മൾ ഉള്ളിയെക്കാട്ടിലും കൂടുതൽ തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളി അത്രയും മതിയാവും. തക്കാളിയുടെ ക്വാണ്ടിറ്റിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഡാർക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയുടെ കളർ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മാറി വരുവേ. ഇനി ഇതൊരു ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ചേർക്കുന്ന വെജിറ്റബിൾസ് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതിയോളം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇതെല്ലാം ആയി വരുമ്പോഴത്തേന് ക്യാരറ്റും ക്യാപ്സിക്കം കാണത്ത് പോലും ഇല്ല കേട്ടോ. അത്രയും ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്തിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വെജിറ്റബിൾസ് അവരുടെ വയറ്റിലേക്ക് എത്തുമല്ലോ. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ചേർത്തതിന് ശേഷം ഞാനൊരു 3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തേക്കുന്നത്. അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അതാകുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും, ഉടഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളി വെന്ത് വന്നോളും. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാവ് ഭാജി മസാല എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് എന്തായാലും ചേർത്തേ പറ്റൂ. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റ്, അതിൻ്റെ പ്രോപ്പർ എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ. അതിന് പകരം നിങ്ങൾ ഗരം മസാല ഇട്ടാലും ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പാവ് ഭാജി മസാല തന്നെ ഇടുക. അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം മസാലയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് പനീരും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കാം. അതിന് കുറച്ച് വേവ് ഉണ്ടല്ലോ. ഈ ഫ്രോസൺ ആകുമ്പം ഒട്ടും വേവില്ല. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ചേർത്താലും ഒരു കുഴപ്പമില്ല. ഫ്രഷ് ആണെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുതിർത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പനീർ ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പനീർ പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ മസാല ഒന്ന് ഫ്രൈ ആയി വരികയും വേണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ റൈസ് പൊടിയാത്ത രീതിയിലും അതേപോലെ പനീർ പൊടിയാത്ത രീതിയിലും മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ടൊന്ന് റൈസിൽ മസാല കോട്ടായി കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതുകൊണ്ട് ഫ്ലെയിം നല്ല ഹൈയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനത് ചെയ്യുന്നില്ല. തുറന്ന് വെച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ ചേർക്കുന്ന തക്കാളിയുടെ പുളിക്ക് അനുസരിച്ച് വേണം നാരങ്ങ നീര് ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി. അതല്ല ഒട്ടും പുളിയില്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ കംപ്ലീറ്റ് നീരും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പനീർ തവ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തത് ലസൂനി മേത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് പച്ച കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്ത് ചൂടാക്കി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അത് മാറ്റിയതിന് ശേഷം വേണം ഇതിലേക്ക് കടലയില്ലേ, നമ്മുടെ പൊട്ടുകടല, അതും റോസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഒരുമിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എള്ളും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കപ്പലണ്ടിയുടെ കൂടെ ഇടായിരുന്നത്. ഇപ്പോൾ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ള എള്ളില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പച്ചക്കപ്പലണ്ടി, പിന്നെ പച്ച പൊട്ടുകടല, പിന്നെ എള്ള്. ഇത് മൂന്നും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇനി സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി വെളുത്തുള്ളി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ നീറ്റായിട്ട് കഴുകി മാറ്റി വെച്ചേക്കുന്ന ഉലുവ ചീര, മേത്തി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മേത്തി ലീവ്സ് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കൈപ്പുരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. അതവിടെ ആയി വരട്ടെ. ആ സമയം കൊണ്ട് ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ റോസ്റ്റഡ് നട്ട്സ് ഒക്കെ ഇല്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. നമ്മുടെ മേത്തി ലീവ്സ് ആയോ എന്ന് നോക്കാം. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് മാറ്റി അങ്ങ് വെക്കണം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പോയി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേത്തി ലീവ്സ് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇല മാത്രം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയൊരു സൈസ് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ കളർ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതേ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നിങ്ങൾ സാധാരണ എരിവുള്ള മുളക് പൊടിയെ ചേർക്കുന്നെങ്കിൽ 1/4 ടീസ്പൂണോളം മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി നല്ലതുപോലെ വഴണ്ടി വരണേ. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ. പിന്നെ നല്ല പഴുത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തോളും. ഇപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്നതിന് ശേഷം തവി കൊണ്ടൊന്ന് മെല്ലെ ഉടച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താലും മതി. ഇപ്പോൾ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി ഇങ്ങനെ അരിഞ്ഞത് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇതാകുമ്പോൾ കുറച്ചധികം കുക്കിംഗ് ടൈം എടുക്കും. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത നട്ട്സ് നമ്മൾ അരച്ചല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചേർത്തേക്കുന്ന പേസ്റ്റൊക്കെ നല്ലതുപോലെ കുറുകി ഒന്ന് വരും. അത്യാവശ്യം കട്ടിയായിട്ട് വരുമല്ലോ. ആ സമയത്ത് മാത്രം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം തന്നെ വേണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ചൂടുവെള്ളം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജാറിനകത്ത് ഇട്ടിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു അരപ്പിൻ്റെ ബാക്കി ഉണ്ടല്ലോ അതും കൂടി ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ പേസ്റ്റിന്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുണ്ട് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മേത്തി ലീവ്സ് ഇല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. ആ സമയത്ത് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് കുറുകിയിരിക്കുന്നു തോന്നിയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ലാസ്റ്റിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലസൂനി മേത്തി റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. സോ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.